അപ്പോൾ ഇവിടുത്തെ ഡീസലിൻ്റെ റേറ്റ് ആണ് കേട്ടോ 59 രൂപ ഉള്ളൂ കേട്ടോ. ഭൂട്ടാൻ ടു കൽക്കട്ട. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുണ്ട്. ഭൂട്ടാൻ വരുന്നവർ പ്രത്യേക ശ്രദ്ധയ്ക്ക് പെട്രോളിൻ്റെ റേറ്റ് ആണ്. ഭൂട്ടാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനുള്ള എവിടെയെന്ന് അറിയോ? ഇതാ ഹസിമരയിലാണ് കേട്ടോ. ഞാൻ സിലിഗുരിയിൽ നിന്ന് 7 മണിയുടെ ട്രെയിന് കയറിയതാണ് കേട്ടോ. അവിടെ നിന്ന് കയറിയതാ ഇപ്പോൾ സമയം ഏകദേശം 10 ആയിട്ടുണ്ട്. ഹസിമര എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നേരെ ഞാൻ പോണത് ഭൂട്ടാൻ്റെ ബോർഡറിലേക്കാണ്, അതായത് ജയ്ഗോൺ. ഇവിടെ നമ്മൾ റെയിൽവേ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബസ് ഇവിടുന്ന് അവൈലബിൾ ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഭൂട്ടാനിലേക്ക് കയറാം. ഭൂട്ടാനിൽ ചെന്നിട്ട് അങ്ങോട്ട് കയറാനുള്ള എൻട്രി പാസ് കാര്യങ്ങളുടെ ഡീറ്റെയിലൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതുപോലെ അവിടെ എത്രത്തോളം നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം കവർ ചെയ്യാം. അപ്പോൾ ഞാൻ ട്രെയിൻ ഇറങ്ങിയിട്ട് ഈ പ്ലാറ്റ്ഫോം വഴി നേരെ ഇങ്ങോട്ട് വന്നിട്ട് ഇനി നേരെ ഓപ്പോസിറ്റ് ഒരു വഴിയുണ്ട്, അതിൽ പോകണം. അവിടെ ഉണ്ട് നമുക്ക് ബസ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ബസ് കിട്ടുകയാണെങ്കിൽ ബസ്സിന് പോവാം, അതല്ലെങ്കിൽ ഓട്ടോക്ക് പോവാം. അപ്പോൾ നമ്മളിതാ അവിടെ നിന്നാണ് കേട്ടോ വന്നത്. അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ക്രോസ് ചെയ്ത് ഇതുവഴി വരാം. ഇതുവഴി വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഓട്ടോ അടക്കം ഉണ്ടാവും കേട്ടോ. ഓ जयगोन जयगोन का कितना है ऑटो? ऑटो का तो बताएगा ड्राइवर लेके जाने वाला। जयगर भाड़ा पर बोल 50 ഗൈസ്. അപ്പോൾ ഓട്ടോക്ക് 50 രൂപ ഉള്ളൂ കേട്ടോ. ഞാൻ എന്താ ഓട്ടോ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നേരെ ജയ്ഗോണിലേക്ക് പോകാം. ഓട്ടോയിൽ 1-2 ആളെ കൊണ്ടൊന്നും അവർ പോവില്ല. ആൾ ഫുള്ളായി മാത്രമാണ് ഈ 50 രൂപ അവർ യാത്ര പുറപ്പെടുള്ളൂ. അതുപോലെ തന്നെ പോകുന്ന വഴി നല്ല അടിപൊളി കാഴ്ചകളെ കാണാം കേട്ടോ. ഇരുവശങ്ങളിലും തേയിലത്തോട്ടങ്ങളായിരിക്കും. നല്ല അതിമനോഹരമായ കാഴ്ചയായിരിക്കും ഇതിലെ പോകുമ്പോൾ കാണാൻ പറ്റുന്നത്. ഗൈസ്, അങ്ങനെ നമ്മളിതാ ഭൂട്ടാൻ ബോട്ട് എത്തിയിട്ടാ. അങ്ങനെ നമ്മളിതാ ആഗ്രഹിച്ച ഭൂട്ടാന്റെ ബോർഡറിന് മുമ്പിൽ എത്തിയിട്ടാ. ഈ കാണാൻ കേട്ടോ ഭൂട്ടാന്റെ ബോർഡർ. നല്ല വിശപ്പുണ്ട്, ഫുഡ് കഴിക്കണം. ഒന്നും കഴിച്ചിട്ടില്ല, രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ ഒരു ഹോട്ടലുണ്ട്, അവിടെ കയറിയിട്ട് ചൗമി എന്തെങ്കിലും കഴിക്കാൻ തരുത്തിട്ടാ. എൻ്റെ മെയിൻ ഐറ്റം ഉണ്ട് ചൗമി. ഞാൻ നേപ്പാൾ ഭൂട്ടാൻ കയറാൻ നേരത്തെ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ആഹാരമാണ് ചൗമി. നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഞാൻ ചോറ് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ ഇതിന് മുമ്പ് വന്നിട്ട് ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുള്ളതാണ്. അന്ന് ഞാനെന്തോ ചൗമി എങ്ങാണ്ട് അയച്ചത്. അപ്പോൾ ഇവിടെ ഊണുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഊണ് കഴിക്കാമല്ലോ എന്ന് കരുതി. അപ്പോൾ എന്തായാലും ഊണിൻ്റെ കൂടെ എന്തൊക്കെയുണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഫുഡ് വന്നിട്ടുണ്ട്. കൂടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പടം ഉണ്ട്, ഇത് ഉരുളക്കിഴങ്ങിൻ്റെ കറി, ഇത് പരിപ്പറി, ഇത് എന്തൊക്കെയോ കറി, കുക്കുമ്പറുണ്ട്, സവാള ഉണ്ട്, നമ്മുടെ പൊന്നേരിയാണ് കേട്ടോ. അപ്പോൾ എന്താ കഴിഞ്ഞ് ഫുഡ് വെച്ചിട്ട് മതി ബാക്കി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഭൂട്ടാൻ്റെ ബോർഡറിലേക്ക് പോകണേ, എമിഗ്രേഷൻ്റെ അങ്ങോട്ട്. അപ്പോൾ വഴി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗേസ്, നമുക്ക് പോകേണ്ട വഴി ഇതാണ് കേട്ടോ. നമ്മൾ വണ്ടി ഇറങ്ങിയത് ഇത് അവിടെയാണ്. പോകേണ്ട വഴി നമുക്ക് ഇതാണ് കേട്ടോ. ഇവിടെ ഒരുപാട് കടകളൊക്കെ ഉണ്ട് കേട്ടോ സൈഡിലൊക്കെ ആയിട്ട്. ഭൂട്ടാനികളുടെ ബാഗാണ് ഇത് കാണുന്നത്. അതുപോലെ അടക്ക കച്ചവടം, അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് ഭൂട്ടാൻ്റെ വലിയ മതിലാണ് കേട്ടോ. അപ്പോൾ ആ കാണുന്നതാണ് കേട്ടോ നമുക്ക് ഭൂട്ടാൻ്റെ എമിഗ്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അവിടെ കേട്ടോ. എമിഗ്രേഷൻ ഇല്ല, എൻട്രി വരുന്ന അതാണ് കേട്ടോ. അപ്പോൾ അവിടെ മൊബൈലൊന്നും അല്ല, ഇവിടെ ഇല്ല. നമുക്ക് എന്തായാലും അകത്ത് കയറിയിട്ട് അതിൻ്റെ ഞാൻ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം. ഗൈസ്, അങ്ങനെ ഫൈനലി ഞാൻ ഭൂട്ടാൻ കയറിയിട്ടാ. അപ്പോൾ എമിഗ്രേഷൻ എന്ന് പറയാനായിട്ട് വേറെ ഒന്നും വേണ്ട, നമ്മുടെ ആധാർ കാർഡ് മാത്രം മതി. ഇനി വോട്ടർ ഐ ഡി ഉള്ളവർക്കാണെങ്കിൽ വോട്ടർ ഐ ഡി കൊടുക്കാം, പാസ്പോർട്ട് ഉള്ളവർക്ക് പാസ്പോർട്ട് കൊടുക്കാം. ഒരു കുഴപ്പമില്ല കേട്ടോ. സുഖമായിട്ട് നമുക്ക് എൻട്രൻസ് കിട്ടും. പിന്നെ ഫീസ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ആധാർ കാർഡ് അടിച്ച് സുഖമായിട്ട് ഇതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റും. നമ്മൾ ഈ എൻട്രൻസ് നിന്ന് കയറി വരുമ്പോഴേ ഇവിടെ ഭൂട്ടാൻ്റെതായ ഒരുപാട് പിക്ചറുകളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു സ്ഥലങ്ങളുടെ. അപ്പൊ എന്തായാലും നമുക്ക് അകത്തേക്ക് പോകാം. നമുക്ക് റെസ്റ്റ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പെയ്ഡാണ് അത് 10 രൂപ റേറ്റ്. ഇവിടെ ATM കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലൂടെ ഫസ്റ്റ് എയ്ഡ് എല്ലാം കാര്യങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ. അതുകൊണ്ട് ടെൻഷനൊന്നും വേണ്ട.
അപ്പോൾ നമ്മൾ ഇവിടെ ആധാർ കാർഡ് കാണിച്ചതിന് ശേഷം ഇതിൻ്റെ അകത്ത് ഒരു ഓഫീസുണ്ട്. അവിടെ നമ്മുടെ ഡീറ്റെയിൽ ഒക്കെ കൊടുത്താലാണ് നമുക്ക് ഇതിൻ്റെ ഭൂട്ടാൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ മൊബൈൽ അലൗഡ് അല്ല, അതുകൊണ്ട് ഞാൻ പുറത്തേക്ക് ശേഷം വീഡിയോ ചെയ്യാം. ഇതാണ് ഭൂട്ടാൻ്റെ അകത്തേക്കുള്ള എൻട്രൻസ്. ഗൈസ്, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുണ്ട്. ഭൂട്ടാൻ വരുന്നവർ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഒറിജിനൽ ആധാർ കാർഡോ അല്ലെങ്കിൽ ഒറിജിനൽ വോട്ടർ കാർഡ് മാത്രം കൊണ്ടുവരണം. കോപ്പി കൊണ്ടു കഴിഞ്ഞാൽ കയറാൻ പറ്റില്ല കേട്ടോ. ഞാനിവിടെ എൻ്റെ കോപ്പി ആധാർ കാർഡ് കാണിച്ചിട്ട് എന്നെ കയറ്റിയില്ല. ഞാൻ എന്നിട്ട് എൻ്റെ ഒറിജിനൽ വോട്ടർ ഐ ഡി എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടായി, അത് ഞാൻ കാണിച്ചിട്ടാണ് കയറിയത് കേട്ടോ. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒറിജിനൽ മാത്രമേ ഉണ്ടാവും. നമ്മുടെ ഒന്നുമില്ലെങ്കിലും ബർത്ത് സർട്ടിഫിക്കറ്റ് ആണെങ്കിലും ഇനി പാസ്പോർട്ട് എന്താണെങ്കിലും ഒറിജിനൽ മാത്രമേ കൊണ്ടുവരാവുള്ളൂ. കോപ്പി വന്നിട്ട് രക്ഷയില്ല. പിന്നെ ഇന്നത്തെ എൻട്രൻസിന് ഫീസ് കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് ഫ്രീ ആയിട്ട് കയറാം, ഒരു കുഴപ്പമില്ല. ഭൂട്ടാൻ്റെ അകത്തേക്കുള്ള എൻട്രൻസ് ഇതാണെങ്കിലും ഇത് ആളുകൾക്ക് വരാനുള്ള എൻട്രൻസ് മാത്രമാണ് കേട്ടോ. വണ്ടികൾക്കും മറ്റും വരാനുള്ള എൻട്രൻസ് ഇതാ വലിയ ബോർഡർ ഉണ്ടോ അവിടെ നിന്നാണ് കേട്ടോ. നിങ്ങൾ ജസ്റ്റ് താഴേക്ക് നോക്കിയേ, എത്ര മനോഹരം നോക്കിയേ, ഒരു അഴുക്ക് പോലുമില്ല, ഫുള്ള് ക്ലീൻ ചെയ്തിട്ടേക്കാണ്. ഈ ഭൂട്ടാൻ വണ്ടിയുടെ ഒക്കെ നമ്പർ ഇങ്ങനെയുണ്ടാ, റെഡ് ബോർഡിൽ വൈറ്റ് കളറിലായിരിക്കും നമ്പർ വരുന്നത്. ഈ കാണുന്ന എൻട്രൻസ് ആണ് കേട്ടോ മെയിൻ എൻട്രൻസ്. ഇതിലൂടെ മാത്രമല്ല, നമുക്ക് ലോഡ് വണ്ടി ഒഴിച്ചുള്ള ബാക്കി എല്ലാ വണ്ടികൾക്കും ഇതിലൂടെ മാത്രമേ എൻട്രൻസ് ഉള്ളൂ. ലോഡ് വണ്ടിക്കൊക്കെ ഇതിന്റെ ബാക്കിൽ ഒരു എൻട്രൻസ് ഉണ്ട്, അതിലൂടെ മാത്രമേ എൻട്രി ഉള്ളൂ അകത്തേക്ക് കയറാനുള്ള. ഇവിടെ ചെക്ക് ചെയ്തിട്ടൊക്കെ എൻ്റെ വണ്ടി ഇടുള്ളൂ. ചെക്കിങ് ഇപ്പോൾ ഇതാ മെയിൻ എൻട്രൻസിൽ ചെക്കിങ് ഉണ്ട്, അതുപോലെ തന്നെ ഇതാ ഇവിടെ ഉണ്ട് ചെക്കിങ്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് വണ്ടിക്ക് അവിടെ പോകാൻ പറ്റുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം എടുത്ത് പറയുകയാണെന്ന് വെച്ചാൽ ഇവിടുത്തെ റോഡിൻ്റെ വൃത്തിയാണ് കേട്ടോ. നമ്മുടെ ഇന്ത്യയിലെ റോഡ് മാതിരി അല്ല കേട്ടോ. ഇവിടെ സൈഡിലൊന്നും വലിച്ചു വാരിയിടലോ അല്ലെങ്കിൽ തുപ്പിടുന്ന പരിപാടി അങ്ങനെ ഒന്നുമില്ല. ഇവിടെ പക്ക നീറ്റാണ്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ചോറിട്ട് വാരി തിന്നാം, ആ ഒരു അത്രയ്ക്കൊരു കണ്ടീഷനാണ് ഇവിടെ. ഇവരൊക്കെ ഫുട്പാത്തിലൂടെ പോകണുണ്ടോ, നമ്മളിങ്ങനെ റോഡിൻ്റെ സൈഡിൽ കൂടെ നടക്കും. ഇവർ ആ ഫുട്പാത്തിലൂടെ മാത്രമാണ് നടക്കുന്നത് തന്നെ. ഞാൻ മറ്റൊരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാ അവിടെ റോഡ് ക്രോസ് ചെയ്യണുണ്ടോ, അവരൊക്കെ വളരെ സ്മൂത്ത് ആയിട്ടാണ് റോഡ് ക്രോസ് ചെയ്യുന്നത്. ആ വണ്ടിയൊക്കെ അവർക്ക് വേണ്ടി നിർത്തി കൊടുത്തിട്ട് അവർ പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഒരു ഹോണടി പോലും അവിടെ ഇല്ല കേട്ടോ. ഈ കാണുന്ന ഒരു നാലുംകുടി ജംഗ്ഷൻ ആണെങ്കിൽ പോലും അവിടെ ഒരു സിഗ്നൽ ലൈറ്റ് പോലും ഇല്ല കേട്ടോ. വളരെ ഭംഗിയായിട്ട് ഒരു ഹോണടി പോലും ഇല്ലാതെ അവർ റോഡൊക്കെ ക്രോസ് ചെയ്ത് പോകുന്നത്. നിങ്ങളിതൊന്ന് ശ്രദ്ധിച്ച് നോക്കട്ടെ. അപ്പോൾ നമുക്കിവിടെ ക്രോസ് ചെയ്യാണ്ട് ഈ വണ്ടി ഇവിടെ നിർത്തി തരും. നമ്മൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ട് മറ്റുള്ള വണ്ടികളൊക്കെ പോകുള്ളൂ കേട്ടോ. കണ്ടോ, ഫുൾ സെറ്റപ്പാണ് ഇവിടെ. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ നമ്മൾ പോകാൻ നേരത്ത് വണ്ടി നിർത്തി തരാറല്ലേ പതിവ് ക്രോസ് ചെയ്യാനായിട്ട്. പക്ഷെ ഇതങ്ങനെയല്ല. നമ്മൾ ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ഒരു ഇത് അവർ മനസ്സിലാക്കി അവർ നമുക്ക് വണ്ടി നിർത്തി തരാ ചെയ്യണേ. അങ്ങനെ നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റും. കണ്ടോ, ബാക്കിലുണ്ടോ, എത്ര വലിയ ഇതാണെങ്കിലും അവർ വണ്ടി അത്രത്തോളം മാറ്റിയിട്ട് വളരെ നടക്കാർക്ക് വളരെ എന്താ പറയുക മുൻഗണന നൽകിയിട്ടാണ് അവർ വണ്ടി എടുത്ത് പോകുന്നത്. ഈ കാണുന്നത് ഒരു ടെമ്പിളാണ് കേട്ടോ. ഈ ടെമ്പിളിൻ്റെ അകത്തേക്ക് നമുക്ക് പ്രവേശനം ഉണ്ടെന്നൊന്നും അറിയില്ല. അതായത് മൊബൈലൊന്നും അലൗഡ് ആണോ എന്നൊന്നും എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. എന്തായാലും നമുക്കൊന്ന് അകത്തേക്കൊന്ന് കയറി നോക്കാം. ഇതിൻ്റെ അകത്ത് ക്യാമറ അലൗഡ് അല്ല കേട്ടോ. നമുക്ക് എന്തായാലും ഇതിൻ്റെ പിറകുവശത്ത് ഒന്ന് പോയി നോക്കാം. ഈ ക്ഷേത്രം ക്ലോസ് ചെയ്തൊക്കെയാണ് തോന്നുന്നു കേട്ടോ. കഴിഞ്ഞ തവണ ഇപ്പോൾ ഓപ്പൺ ആയിരുന്നു. ഇതിപ്പോൾ എന്താ സംഭവം എന്നറിയില്ല. നമുക്ക് ഇതിൻ്റെ ബാക്കിലേക്ക് ചെന്നാലേ നമുക്കിവിടെ റെസ്റ്റ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇവിടെ വരുന്നവർക്ക് സുഖമായിട്ട് ഇവിടെ ഇരിക്കാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട്. നല്ല കൂളിംഗ് ഉണ്ട് ഇതിൻ്റെ അകത്ത് ഇരിക്കാനായിട്ട്. അതുപോലെ അതിൻ്റെ അകത്തൊരു പ്രയർ വീലുണ്ട്, ഇതാ കാണുന്നത്. അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങാം. ഇവിടെ റോഡൊക്കെ ഉണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഇത്രത്തോളം വൃത്തിയാന്ന് നോക്കിയേ, പക്കയായിട്ടുണ്ട്. അത്രയ്ക്ക് ക്ലീനാണ് കേട്ടോ ചെയ്യുന്നത് ഇവിടെ. നമുക്ക് ഈ ഒരു ഏരിയ ഉണ്ട്, ചെറിയൊരു ഏരിയ. അവിടെ നമുക്ക് 24 hours നമുക്ക് മൊത്തത്തിൽ കറങ്ങിയെടുക്കാൻ ക്യാഷൊന്നും വരുന്നില്ല. അല്ലാതെ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് പെർ ഡേ 1250 വെച്ച് റേറ്റ് വരും. അതുപോലെ ഒരു ഗൈഡും വേണം. ഗൈഡിന് 1500 വെച്ച് വരുന്നുണ്ട്. പിന്നെ അത് മാത്രമേ ഒരാൾക്ക് മാത്രമായിട്ട് അതുപോലെ ടൂറിസ്റ്റായിട്ട് വരാൻ പറ്റില്ല. ഒരാളെങ്കിലും രണ്ടാളെങ്കിലും വേണം ഏറ്റവും കുറഞ്ഞത്, എങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെയൊക്കെ മൊത്തം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഏകദേശം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 35-40 ഉണ്ടെങ്കിൽ ഒരു 5-6 ദിവസത്തെ നല്ല രീതിയിൽ തന്നെ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഞാൻ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു കേട്ടാ. ഇത് കണ്ട ഈ റോഡിൻ്റെ സൈഡിലെ കച്ചറകൾ കണ്ട തൊപ്പിട്ടേണത്, അത് നമ്മുടെ ഇന്ത്യയിലുള്ള ഒരുപാട് ഭായിമാരോട് വരുന്നുണ്ട്. ഈ ബീഹാർ, UP അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നിന്ന്
അപ്പോൾ അവരാണ് ഇതൊക്കെ ചെയ്ത് ഇങ്ങനെ വെക്കുന്നത്. നമ്മുടെ ഒരു പോലീസുകാരൻ പറഞ്ഞതാണ്, ഇവിടെ ഉള്ളവരങ്ങനെ മുറുക്കി അങ്ങനെ റോഡിലൊന്നും തുപ്പിടാറില്ല. ഈ ഇന്ത്യയിൽ നിന്ന് വരുന്ന കുറേ എന്താ പറയുക വൃത്തിമനില്ലാത്തവന്മാർ അവന്മാരാണ് ഇങ്ങനെ വഴിയിൽ തുപ്പിടുന്നത്. അവർ ഡെയിലി ക്ലീൻ ചെയ്യില്ല അവർ ഇവിടെ. ആ പോലീസുകാരൻ പറഞ്ഞിട്ട് എനിക്ക് തന്നെ എന്തോ പോലെ ആയിപ്പോയി. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വരുന്ന കുറേ ഹിന്ദിക്കാർ ടീമുകളുണ്ട് ഇവിടെ, ലോക്കൽ പണിക്കൊക്കെ വന്നവർ. അവരാണ് ഈ മുറുക്കി തുപ്പിയിട്ട് സൈഡിലൊക്കെ തുപ്പിടുന്നത്. ഇവർ ഡെയിലി ക്ലീൻ ചെയ്യാനാണ് പരിപാടി. ഇവിടെയുള്ളവരങ്ങനെ മുറുക്കി അങ്ങനെ വഴിയിലൊന്നും പൊതു സ്ഥലങ്ങളൊന്നും തുപ്പിടാറില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. അവരെക്കുറിച്ച് നമ്മുടെ ഇന്ത്യക്കാരെ കുറിച്ച് ആ പുള്ളി പറഞ്ഞത് മോശമായിട്ടൊന്നുമല്ല, ചില ആളുകൾ ഇവിടെ ജോലിക്ക് വരുന്ന ചില ആളുകൾ ഇതാണ് പരിപാടി. നിങ്ങൾക്ക് വേറൊരു കാര്യം അറിയണോ? നമ്മുടെ ദേശീയ പക്ഷി മയിലല്ലേ എന്ന് പറഞ്ഞ മാതിരി നമ്മുടെ ഈ ഭൂട്ടാൻ്റെ ദേശീയ പക്ഷി ആണെന്നറിയോ? കാക്കയാണ്. നമ്മുടെ നാട്ടിലിങ്ങനെ പോസ്റ്റയിലും അവിടെ ഇവിടെയൊക്കെ ചത്തിരക്കണ കാണാറുള്ള കാക്കയല്ലേ, അതാണ് നമ്മുടെ ഇവിടുത്തെ ഭൂട്ടാൻ്റെ ദേശീയ പക്ഷി. നമ്മുടെ ഭൂട്ടാൻ്റെ ടാക്സി വണ്ടിയുടെ കളർ ഇതാണ് കേട്ടോ. മഞ്ഞിൽ ബ്ലാക്ക് വരും, റെഡിൽ വൈറ്റ് വരുന്നത് പ്രൈവറ്റ് വാഹനങ്ങളാണ് കേട്ടോ. അവിടെ ഇന്ത്യൻ മിലിറ്ററി ട്രെയിനിങ് ടീമിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇന്ത്യൻ മിലിറ്ററി ട്രെയിനിങ് ടീമാണ്. ഇവിടെയുള്ള ഭൂട്ടാനി മിലിറ്ററിക്കാർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് നമ്മുടെ ഇന്ത്യൻ ആർമിയാണ് കേട്ടോ. കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടെ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരുന്ന ഒരു മലയാളി ഉണ്ടായി, ജിതിൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ആളെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല, ആൾ ഇവിടുന്ന് മാറിയെന്നാണ് പറഞ്ഞിട്ടെ. അപ്പോൾ അദ്ദേഹം എന്നോട് അന്ന് ഇങ്ങനെ പറഞ്ഞത് ഇവിടെയുള്ള ആർമിക്കാർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് നമ്മുടെ ഇന്ത്യൻ ടീമാണെന്ന്. അങ്ങനെ നടന്ന് ഞാൻ എന്താ ഒരു ആർച്ചിൻ്റെ മുന്നിലെത്തി. ഈ കാണുന്നത് ബസ് സ്റ്റാൻഡാണ്. ഇതൊരു ബസ് സ്റ്റാൻഡാണെങ്കിൽ പോലും നമ്മുടെ നാട്ടിലെ പോലെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മേളിൽ കൂടി കയറിയിട്ട് മേളിൽ നിന്നുള്ള റിവ്യൂ കാണാം. ഈ സ്റ്റെയർ കണ്ടാൽ നമ്മൾ ഇത് വുഡാണെന്ന്, പക്ഷേ ഇത് വുഡൊന്നും അല്ല കേട്ടോ. ഈ ഭൂട്ടാൻ്റെ മറ്റൊരു പ്രത്യേകത ഉണ്ട്, ഇവിടെ ഹോണടി കാര്യങ്ങളില്ല, വളരെ കുറവാണ് ഹോണടി. എന്താ പറയുക, എത്ര വലിയ തിരക്ക് ബ്ലോക്ക് വന്നാലും ഹോൺ അടിക്കുന്ന പരിപാടി ഇവിടെ ഇല്ല. ഞാൻ കേട്ടിട്ടില്ല ഇതുവരെയായിട്ട്. ഞാൻ ഇപ്പോൾ 4ാമത്തെ തവണയാണ് ഞാൻ ഭൂട്ടാനിൽ വരുന്നത്. ഇന്ന് ഈ നിമിഷം വരെ ഞാനൊരു ഹോണടി പോലും കേട്ടിട്ടില്ല. ഇവിടെ നിന്നുള്ള നല്ല അടിപൊളി വ്യൂ കാണട്ടെ. നമ്മളിവിടെ ഒരു മൺസൂൺ കാലഘട്ടത്തിലാണ് വരുന്നെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട്. ആ കാണുന്ന ഒരു ഫുട്ബോൾ ഗ്രൗണ്ടാണ് കേട്ടോ. നമ്മുടെ ഭൂട്ടാനികളുടെ മെയിൻ ഡ്രസ്സാണിട്ടത്. ഭൂട്ടാനികളുടെ മെയിൻ ഡ്രസ്സാണ് പോലും എല്ലാവരും അതൊന്നും യൂസ് ചെയ്യുന്നില്ല, കുറച്ച് ചില ആളുകൾ മാത്രമേ അത് യൂസ് ചെയ്യാറുള്ളൂ. നമുക്ക് ഇതിനെങ്ങനെയാണ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് എടുക്കാൻ പറ്റും. ഇവിടെ ചെറിയൊരു സ്റ്റേജ് പരിപാടിയൊക്കെ നടത്താൻ പറ്റിയൊരു സെറ്റപ്പ് ഉണ്ട് ഇവിടെ, ഞാൻ കാണിച്ചു തരാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി വൈബാണ് കേട്ടോ. നമുക്ക് സമയം പോകുന്ന അറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ ഇരിക്കാൻ പറ്റിയ സെറ്റപ്പ്, ഇത് സ്റ്റേജിനുള്ള സെറ്റപ്പാണ് കേട്ടോ ഇവിടെ. അതുപോലെ ഇതൊരു ചെറിയ പാർക്കും കൂടിയാണ് കേട്ടോ. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ചെറിയൊരു റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് പാസ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, ഫ്രീ ആണ്, അലൗഡ് ഫ്രീ ആണ്. റീൽസ് ചെയ്യുന്നതാണ് കേട്ടോ. ഇതൊക്കെ വെള്ളം ഉണ്ടാകുക വറ്റിപ്പോയതാണെന്ന് തോന്നുന്നു. ഇതുപോലെ നമ്മളിങ്ങോട്ട് വരുമ്പോൾ തന്നെ ഒരു പ്രയർ വീൽ ഉണ്ട് കേട്ടോ ഇവിടെ. ഞാൻ കുറച്ച് ഫ്രണ്ടിലേക്ക് നടന്നുകൊണ്ട് കഴിക്കുക നമ്മുടെ ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടുത്തെ പെട്രോളിൻ്റെ ഡീസലിൻ്റെ വില വിവരപ്പട്ടിക നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടുത്തെ ഡീസലിൻ്റെ റേറ്റാണ് കേട്ടോ 59 രൂപ ഉള്ളൂ കേട്ടോ. 59 രൂപ 32 പൈസ. പെട്രോളിൻ്റെ റേറ്റാണ് 66 രൂപ 9 പൈസ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മുടെ നാട്ടിൽ 1 ലിറ്റർ പെട്രോൾ കൊടുക്കണം 105 രൂപ, ഇവിടെ എത്ര 69 രൂപ, 66 രൂപ. ഡീസലിനാ 59 രൂപ. എത്ര രൂപയുടെ വ്യത്യാസം ഉണ്ടെന്ന് നോക്കിയേ. ഇതാണ് നമ്മുടെ ഇന്ത്യയും ഭൂട്ടാനും തമ്മിലുള്ള വ്യത്യാസം. ഇനിയിപ്പോൾ നേപ്പാളിലെ റേറ്റ് എനിക്ക് കറക്റ്റ് അറിയില്ല, ഞാൻ പോയിരുന്നെങ്കിലും അത് നോക്കാൻ പറ്റിയില്ല. അപ്പോൾ ആ നേരെ കാണുന്ന വഴിയിൽ റൈറ്റിലേക്കുള്ള വഴിയുണ്ടോ, അതാണ് നമുക്ക് ടിമ്പുവിലേക്ക് പോകേണ്ട വഴി.
അപ്പം നമുക്ക് ടൂറിസ്റ്റ് പെർമിറ്റ് ഇല്ലാതെ തന്നെ നമുക്ക് ഈ കാണുന്ന ചെറിയൊരു സിറ്റി ഉണ്ട് ഇവിടെ. ഒരു 3 കിലോമീറ്റർ 2-3 കിലോമീറ്റർ ചുറ്റളവിൽ അതിലൂടെ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്കൊന്ന് 24 hours പോയി വരാം കേട്ടോ. അതിൻ്റെ അപ്പുറത്തേക്ക് പോകണമെങ്കിൽ മിലിറ്ററിക്കാരുടെ ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ പ്രൂഫ് കാര്യങ്ങൾ കാണിക്കണം. നമ്മൾ ടൂറിസ്റ്റ് ആണെങ്കിൽ ടൂറിസ്റ്റിൻ്റെ പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ക്ലിയർ ചെയ്ത് ഗൈഡിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ കടത്തിയിടുള്ളൂ. ഈ കാണുന്ന മിലിറ്ററിക്കാരുടെ ക്യാമ്പാണ് കേട്ടോ. നമ്മൾ ഈ റോഡ് ഇങ്ങോട്ട് എത്തി കഴിയുമ്പോൾ തന്നെ ഒരു വലിയ പാലുണ്ട് കേട്ടോ ഇവിടെ. അതുപോലെ തന്നെ നല്ല അടിപൊളി വൈബാണ് കേട്ടതാ. കോടൊക്കെ വരാറായി ഇങ്ങനെ ഇരിക്കാൻ കേട്ടതാ. ഉരുൾപൊട്ടിയതാന്ന് തോന്നുന്നു. എന്താ സംഭവം, മണ്ണൊക്കെ ഇങ്ങനെ ഇടിഞ്ഞ് കിടപ്പുണ്ട്. അതിലിവിടെ വന്നപ്പോൾ നല്ല അടിപൊളി വൈബാണ് കേട്ടോ. അപ്പം ഞാൻ ഈ നിൽക്കുന്ന സ്പോട്ട് ഉണ്ടല്ലോ, ഇപ്പം ഫ്രണ്ടിൽ നിന്ന് കാണാൻ നല്ല വ്യൂ ആണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നല്ല അടിപൊളിയായിട്ടുണ്ട്. ആ നേരെ കാണാൻ മലയുണ്ടല്ലോ, അത് ഇന്ത്യയുടെ മലയാണ് കേട്ടത്. നല്ല അടിപൊളി വൈബതാ. മേളിലൊക്കെ വീടൊക്കെ പണിതുണ്ട്. എന്ത് രസം നോക്കി കാണാൻ. ഞാനിവിടെ കഴിഞ്ഞ തവണ വന്നപ്പോൾ നന്നായിട്ട് വെള്ളം ഒഴുകുന്നുണ്ടായിരുന്നിട്ട് ഇവിടെ. ഇപ്പോൾ വളരെ വറ്റിപ്പോയേക്കാം. ലേശം വളരെ കുറച്ചുള്ളൂ വെള്ളം. പിന്നെന്താണെന്നറിയില്ല, ഇവിടെ നല്ലൊരു തണുത്ത അന്തരീക്ഷം ഉണ്ടാ. ഒരു മേഘമൊക്കെ ഇങ്ങനെ മൂടി വരുന്നുണ്ട്. ഞാൻ വേറൊരു സംഭവം നിങ്ങൾക്ക് പറഞ്ഞു തരാട്ടാ. ഞാനിവിടെ കഴിഞ്ഞ തവണ വന്നപ്പോൾ എന്നോട് പറഞ്ഞ കാര്യമാണ്. ഈ കാണുന്ന കൊടി കണ്ടോ, ഇതിനകത്ത് കുറേ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. കാണുമ്പോൾ അറിയാൻ പറ്റും. ഇത് മന്ത്രങ്ങളാണ് കേട്ടോ എഴുതി വെച്ചേക്കണെന്ന് പറഞ്ഞത്. ഇത് സംബന്ധിച്ച് വെച്ചാൽ ഇവിടെ ഇങ്ങനെ കെട്ടി വെച്ചാൽ ഇത് കാറ്റടിച്ച് ചെല്ലുന്ന ഭാഗങ്ങളിലൊക്കെ നന്മകൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അവർ പറഞ്ഞതുള്ള അറിവാണ്, എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. കേട്ടറിവ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ അറിവ് തന്നെ എനിക്ക് സിക്കിമിൽ ഒരു ദിവസം പോയപ്പോൾ അവിടെ ഉള്ളവർ എന്നോട് പറഞ്ഞായിരുന്നു ഇതേ സംഭവം തന്നെ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഏകദേശം അതൊക്കെ തന്നെ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ എന്തായാലും അത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ നമ്മൾ നബിദിനത്തിനൊക്കെ കൊടി കെട്ടൂലേ, ആ ഒരു ഫീലിംഗ് ആണ് എനിക്ക് തോന്നിയത്. ഞാൻ കളിയാക്കി പറഞ്ഞതല്ല, എനിക്ക് തോന്നിയൊരു ഫീലിംഗ് ഞാൻ നിങ്ങളോട് പങ്കുവെച്ചെന്നുള്ളൂ. അപ്പം ഞാൻ വന്നത് ആ വഴിയാണ് കേട്ടോ. അതിലിതാ ഈ വഴി ഞാൻ അങ്ങോട്ട് പോയിട്ട് നമ്മൾ വന്ന ആ ബോർഡർ ഉണ്ടല്ലോ ഭൂട്ടാൻ്റെ, അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ ചെറിയൊരു ഏരിയ ഉള്ളൂ. ഒരു മൊത്തത്തിൽ കറങ്ങാനായിട്ടാണെങ്കിൽ ഒരു 2-3 കിലോമീറ്റർ ചുറ്റളവ് അത്രേ ഉള്ളൂ. ഈ ഭൂട്ടാൻ്റെ പ്രത്യേകത അറിയാം, എല്ലാ ബിൽഡിങ്ങിൻ്റെയും ഓരോന്നും ഒരേ മോഡലായിരിക്കും കേട്ടോ. ഇപ്പോൾ വീടായിക്കോട്ടെ എന്തായിക്കോട്ടെ എല്ലാം ഒരേ മോഡലായിരിക്കും. ആ വരുന്നുണ്ടോ, ഇതാണ് കേട്ടോ ഭൂട്ടാനിൻ്റെ യഥാർത്ഥ ഡ്രസ്സ്. ഇപ്പോൾ സമയം 4 മണിയായിട്ടുള്ളൂ. പക്ഷെ നല്ല നല്ല അടിപൊളി അന്തരീക്ഷം കേട്ടോ. നല്ല തണുത്ത കാലാവസ്ഥ. നല്ല ഒരുപാട് തണുപ്പെന്ന് പറയാനും പറ്റില്ല. എന്നാൽ എന്താ പറയുക, ഒരു പ്രത്യേക സുഖമുണ്ട് ഇവിടെ നിൽക്കാനായിട്ട് തന്നെ. അപ്പം നിങ്ങൾ ഈ ബിൽഡിങ് കണ്ടില്ലേ, എല്ലാം ഒന്നിനൊന്നിനും മനോഹരമുണ്ട്. അവർ ചെയ്തേക്കാൻ വർക്കൊക്കെ അടിപൊളി വർക്കാണ് കേട്ടോ. അതുപോലെ ഇവിടുത്തെ ഭൂട്ടാനിലെ മെയിൻ ബസ് സ്റ്റാൻഡാണ് കേട്ടോ കയറി വരുമ്പോൾ കാണുന്നത്. ഇതായി കാണാണ് കേട്ടോ. ഇതാണ് ബസ് സ്റ്റാൻഡ്. നമുക്ക് ഈ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് എല്ലാ സ്ഥലങ്ങളിലേക്കും ബസ് കിട്ടുന്നത്. ഞാനേ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ഇവിടുന്ന് ഭൂട്ടാനിന്ന് കൽക്കട്ടയ്ക്ക് ബസ് അവൈലബിൾ ആണ് കേട്ടോ. ഭൂട്ടാൻ ടു കൽക്കട്ട ഭൂട്ടാൻ്റെ വണ്ടിയാണ് കേട്ടത്. ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ അകത്താണ് കേട്ടോ ബസ്സിനുള്ള ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. ഈ ഭാഗത്ത് റൈറ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. നേരെ കാണുന്നിടത്ത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് ഇവിടുന്ന് കൽക്കട്ടയിലേക്ക് ഭൂട്ടാനിൽ നിന്ന് ബസ് അവൈലബിൾ ആണ്. എല്ലാ ദിവസവും ബസ് ഇല്ല കേട്ടോ. ഈ കാണുന്നത് ബസ്സിന്റെ ടൈമിംഗ് ആണ് കേട്ടോ. ഈ ബസ് പോകുന്ന ദിവസങ്ങൾ എന്താണെന്നറിയോ, ഞായറാഴ്ച പോകും, അതുപോലെ ചൊവ്വാഴ്ച, പിന്നെ വ്യാഴാഴ്ച. ഈ 3 ദിവസം നമ്മുടെ ഭൂട്ടാനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. അത് 3 മണിക്കിട്ടാ. അപ്പം കണ്ടല്ലോ എല്ലാവരും, നമുക്ക് ഭൂട്ടാനിൽ നിന്ന് ഇന്ത്യയിലേക്കും ഇന്ത്യയിൽ നിന്ന് ഭൂട്ടാനിലേക്കും ബസ് സർവീസ് ഉണ്ട്. അത് കൽക്കട്ടയിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അതേതെല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ഇന്നാളിവിടെ കണ്ടതാണ് ബസ്, പക്ഷേ പഴയ ബസ്സായിരുന്നു കേട്ടോ.
പഴയ ബസ് എന്ന് വെച്ചാൽ കംപ്ലൈൻ്റ് ആയിട്ട് ഒതുക്കിയിട്ടാണ്. പക്ഷെ ഇന്ന് ഞാനിവിടെ ഇങ്ങനെ വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി ചോദിച്ചതാണ്. അപ്പോൾ ഇവിടെ ബസ് അവൈലബിൾ ആണെന്ന് പറഞ്ഞു. അപ്പോൾ വന്നോക്കിയപ്പോൾ ഇതാ ഇവിടെ കിടക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഈ ബസ്സിൻ്റെ റേറ്റ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂട്ടാൻ ടു കൽക്കട്ടയ്ക്ക് 1540 രൂപ ഉള്ളൂ കേട്ടോ. അതിപ്പോൾ ഭൂട്ടാൻ മണി ആയാലും കുഴപ്പമില്ല, ഇന്ത്യൻ മണി ആയാലും കുഴപ്പമില്ല കേട്ടോ. ഇന്ത്യൻ മണിയും ഭൂട്ടാൻ മണിയൊക്കെ സെയിം. ഇവിടുത്തെ 1 രൂപ അവിടെ 1 രൂപ തന്നെയാണ്, ഇവിടുത്തെ 100 രൂപ അവിടുത്തെ 100 രൂപ തന്നെയാണ്. അപ്പോൾ എന്തായാലും അടുത്ത തവണ വരുമ്പോൾ ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എനിക്ക്. ഒരുപാട് നടന്ന് ടയർഡായപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമല്ലോ എന്ന് കരുതി അത് ആ കാണുന്ന ഷെഡ് ഉണ്ടല്ല, അവിടെ പോയി റെസ്റ്റ് എടുക്കാമല്ലോ എന്ന് കരുതി അങ്ങോട്ട് പോവാണ്. അപ്പോൾ അവിടെ ഒരു 3 പ്രയർ വീൽ ഉണ്ട്. എന്തായാലും അവിടെ പോയി കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം. അറിയാത്തവർക്കൊരു സംഭവം ഞാൻ പറഞ്ഞുതരട്ടാ. ഇത് പ്രയർ വീലാന്ന് എല്ലാവർക്കും അറിയാലോ. ഒരു സൗണ്ട് കേൾക്കുന്നില്ലേ, ഇത് ഒരു കറക്കം പൂർത്തിയാണ് എങ്ങനെയാണെന്ന് അറിയോ? ഇപ്പോൾ ഒരാൾ ഇവിടുന്ന് കറക്കി കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഒരു കമ്പുണ്ട്. ഈ കമ്പ് ഇങ്ങനെ കറങ്ങി വന്ന് ഇതും അടിക്കുമ്പോഴാണ് ഒരു കറക്കം പൂർത്തിയാവുന്നത്. ഇതാ കണ്ടോ, ഇപ്പോൾ ഒരു കറക്കം പൂർത്തിയായി. അതുപോലെ ഉണ്ട് എല്ലാം. ഈ അറിവുകളൊക്കെ എനിക്ക് കിട്ടിയത് ഇവിടെ ഭൂട്ടാനിൽ വന്നതിന് ശേഷം കേട്ടോ. ഞാൻ ഇതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചപ്പോൾ എന്നോട് അവർ പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനൊരു കറക്കം കറക്കട്ടെ. ഈ ഭൂട്ടാനിൽ സ്ത്രീകൾ ഇതുപോലെ മുണ്ടും ടീഷർട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഇത്ര തിരക്കിൻ്റെ ഇടയിൽ അവർ ഹോൺ അടിക്കണമെന്ന് നോക്കി, ഒരു ഹോണടി പോലും കേൾക്കുന്നില്ല. പിന്നെ ഇവിടെ മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സീബ്ര വര നോക്കി മാത്രം ആളുകൾ ക്രോസ് ചെയ്യണത്, അല്ലാത്ത സ്ഥലങ്ങളിൽ ആരും ക്രോസ് ചെയ്യുന്നില്ല. ഞാനിപ്പോൾ 2-3 സ്ഥലത്ത് സീബ്ര വര നോക്കാതെ തന്നെ ക്രോസ് ചെയ്തിട്ടാ. പക്ഷെ ഞാനത് ശ്രദ്ധിച്ചു. അവർ ക്രോസ് ചെയ്യുന്നത് ഇതാ, എല്ലാവരും സീബ്ര വര നോക്കി മാത്രമേ ക്രോസ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഇതിലൂടെ ഒരുപാട് കറങ്ങി നടന്ന് കാലൊക്കെ ടയർഡായി ഞാൻ തിരിച്ച് ഇന്ത്യയിലേക്ക് കിടക്കാണ്. അപ്പം എന്തായാലും തിരിച്ച് ഇന്ത്യയിലേക്ക് കിടന്നതിന് ശേഷം ഞാൻ ഇവിടെ നേരെ പോകുന്നത് ഡൽഹിക്കാണ്. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഡൽഹി ചെന്നിട്ടാവാം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ഇട്ടുന്നവരെ ബൈ. ഇതാണ് എക്സിറ്റ്.